ഹലോ ഗായ്സ്, അപ്പോൾ മധുരയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ വൃന്ദാവനിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ BSFൻ്റെ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ എന്നെ ദീദി വിളിച്ചേച്ച് ഉണ്ണിഗോപാലിനൊക്കെ ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഗോപാലിൻ്റെ അവസാനം വൃന്ദാവനത്തിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവരെല്ലാവരും ചെന്നേച്ച് ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ തൊടുന്നുണ്ട്. ഇതിലെന്താ പറയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യാൻ പോയില്ല. ഞാൻ പോയി നൈസായിട്ടൊരു ചായയൊക്കെ ഞാൻ കുടിച്ച് ഇങ്ങനെ മണ്ണിൻ്റെ ഗ്ലാസ്സിലാണ് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. പിന്നെ അടുത്തൊരു ഓട്ടോയും വിളിച്ച് ഞങ്ങൾ നേരെ വൃന്ദാവനിലേക്ക് പോയി. നമ്മുടെ വണ്ടി അവിടെ വരെ പോകത്തില്ല. അപ്പോൾ നമ്മൾ വേറെ വണ്ടി വിളിച്ച് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ പയ്യെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ചെന്ന് കയറുമ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗേറ്റ് അങ്ങ് എത്തിയപ്പോഴേക്കും ഭയങ്കര വലിയ തിരക്കായി. പിന്നെ അതിനകത്ത് എങ്ങനെയും ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. കളിച്ചും പഠിച്ചുമൊക്കെ നടക്കേണ്ട പ്രായത്തിലാണ് കൊച്ചു ജീവിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുന്ന കഷ്ടപ്പാടുകളെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ വിശന്നപ്പം ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരാനുള്ള ടൈമായി. നമ്മുടെ ബസ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.